ഹലോ, രാവിലെ തന്നെ ഞാൻ ഫിഷ് ടാങ്കിലോട്ട് നോക്കിയപ്പോൾ നമ്മളുടെ ഒരു കാർപ്പിന് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ കാണാൻ പറ്റുന്നുണ്ടാകും. ഈ കാർപ്പിൻ്റെ വാലിൽ ചെറുതായിട്ട് ഇൻഫെക്ഷൻ പോലെ ഡിസ്കളറേഷനൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം, അല്ലെങ്കിൽ ഇത് ചത്തുപോകും. ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മീനുകളൊക്കെ ഇതിനെ കയറി കൊത്തും. ഇന്നലെ വേറൊരു മീൻ ചത്തുള്ളൂ, ചെറിയൊരു ഇൻഫെക്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. കറക്റ്റ് കാരണം അറിയില്ല. പക്ഷെ ഇതിനെ കണ്ടില്ല, ശരിക്കും നമുക്ക് ഇൻഫെക്ഷൻ കാണാൻ പറ്റും വാലിൻ്റെ ഭാഗത്ത്. ഇത്രയും വലിയ മീനായതുകൊണ്ടേ നമുക്കൊരു ചെറിയൊരു ടാങ്ക് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് കല്ലുപ്പിലും പിന്നെ അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ മാറ്റുന്നൊരു സൊല്യൂഷൻ ഉണ്ട്, അതിലിട്ട് വെക്കണം. നമ്മളപ്പോൾ ഇങ്ങനത്തെ ഒരു ടാങ്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഈ ടാങ്കിൽ വെള്ളം ക്ലീനാക്കി വെള്ളം നിറച്ചിട്ട് ഈ മീനെ പിടിച്ചിടാം. 2 ദിവസം ഇടാം. ടാങ്ക് എന്താവും നോക്കാം കേട്ടോ. ഓക്കെ, വെള്ളം കൊണ്ടിട്ടു. വലിപ്പുള്ള മീനാക്കി വേണ്ട, വാല് കണ്ടില്ലേ. ഇതിനെ സേവ് ചെയ്യണം എങ്ങനെയെങ്കിലൊക്കെ. ഇപ്പം നമ്മളെ കല്ലുപ്പിടണ്, ബാക്കി മരുന്ന് നമുക്ക് വാങ്ങിയിട്ട് വരണം. മരുന്നില്ല ഇപ്പോൾ തൽക്കാലം. നമുക്ക് കല്ലുപ്പിട്ടതിന് ഹീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് ആക്കി കൊടുക്കാം. ഓക്സിജൻ വേണം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ സർവൈവ് ആവില്ല. ഓക്സിജൻ്റെ കാര്യം ചെയ്യാം നമുക്ക്. മെത്തലീൻ ബ്ലൂ എന്നാണ് ഇതിനെ പറയുക, സൊല്യൂഷന്. ഇതെല്ലാം അക്വേറിയം ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മീനുടെ ഒറ്റയ്ക്ക് നിൽക്കണതുകൊണ്ട് ഇത് പതുക്കെ ഹീലായി സ്ട്രെസ്സൊക്കെ കുറഞ്ഞ് നമുക്ക് റിക്കവറിക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന്. രാവിലെ നമ്മളിട്ട കാർപ്പ് എന്തായി നമുക്ക് നോക്കാം. വാ, നമ്മളപ്പോൾ മെഡിസിനും ഇട്ടു, പിന്നെ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. ആളിപ്പോൾ ഇച്ചിരി ആക്റ്റീവായിട്ടുണ്ട് നേരത്തേക്കാളും. ഞാൻ നേരത്തെ വന്ന് നോക്കിയപ്പോൾ ഇച്ചിരി ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഉണ്ടോ വയറ് വാലിൻ്റെ അവിടെ കണ്ടില്ലേ, ചെറുതായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ട്, 1-2 ചെറിയ പൊട്ടലുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താവുന്നേ. അപ്പോൾ നമ്മൾ ഡെയിലി വെള്ളം മാറ്റുവേ ഈ മീനിൻ്റെ. 2 ദിവസമായിട്ടുള്ള അവസ്ഥയാണ്. കണ്ട അവിടെ ഇത്തിരി ഉഷാറായിട്ടുണ്ട്. റെഡ്നെസ്സൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, ഇൻഫെക്ഷൻ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. നല്ല ആക്റ്റീവായി ആൾ. അപ്പോൾ കുറച്ച് വെള്ളം കളഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഡെയിലി വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം ആഡ് ചെയ്ത് പിന്നെ അതിലൊരു മെഡിസിൻ ഇടും കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ 3 ദിവസം മുമ്പ് ഇവിടെ നിന്നൊരു കാപ്പിനെ പിടിച്ചിട്ട് അവിടെ ഇട്ടിരുന്നു. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ മെഡിസിനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് അത്യാവശ്യം ഓക്കെ ആകും. അപ്പോൾ നമുക്ക് അതിനെ പിടിച്ച് തിരിച്ച് ഇതിലൂടെ ഇടാം കേട്ടോ. വാ, നമ്മൾ അന്ന് പിടിക്കുമ്പോൾ തീരെ ആക്റ്റീവ് ആയിരുന്നില്ല ആള്. ഇന്ന് കണ്ട ഇന്നാള് ഭയങ്കര ആക്റ്റീവായി. അപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം അത് ഓക്കെ ആയിന്നാണ് കേട്ടോ. എന്നോട് ഇവ റെഡായിട്ടിരിക്കുകയായിരുന്നു, കംപ്ലീറ്റ് റെഡായിട്ടിരിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ ഇതൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇട്ട് നോക്കാം. വയ്യെങ്കിലൊക്കെ തിരിച്ച് വീണ്ടും ഇതിലിട്ടിടാം കേട്ടോ. ഇത്രയും വലിപ്പട്ട മീൻ ഉണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഇട്ട മീൻ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നല്ല ഹെൽത്തിയാണ്. ആ കളറൊക്കെ മാറി, ഡിസ്കളറേഷനൊക്കെ കുറഞ്ഞു, ഇൻഫെക്ഷനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞ്. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ കണ്ടതുകൊണ്ട് ഈ മീനെ സേവ് ചെയ്യാൻ പറ്റി. ഈ ടാങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു മീനത്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു 3-4 ദിവസം അതിനെ കറക്റ്റായിട്ട് മെഡിസിനൊക്കെ ചെയ്ത് ഡെയിലി വെള്ളമൊക്കെ മാറ്റിക്കൊണ്ട് കറക്റ്റായിട്ട് സേവ് ചെയ്യാൻ പറ്റിയിട്ട് ഈ മീനെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു.